ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഊർജ്ജ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരും സൈനിക പിരിമുറുക്കവും പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. ഇതിനു മറുപടിയായി ഒരു ട്വീറ്റ് കൊണ്ടോ വിമാനവാഹിനി കപ്പൽ കൊണ്ടോ പിടിച്ചെടുക്കാവുന്നതല്ല ഹോർമുസ് എന്ന് പ്രഖ്യാപിച്ച് ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധ സാഹചര്യങ്ങളുടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളുടെയും ആഴത്തിലുള്ള വിശകലനം കൂടിയാണിത്. ന്യൂയോർക്കിൽ നടന്ന ഒരു റാലിക്കിടെയാണ് ലോകത്തെ ഞെട്ടിച്ച പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് എത്തിയത്. ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കയുടെ ഔദ്യോഗിക ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്നും നാവിക ഉപരോധത്തിലൂടെ പ്രദേശത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കുണ്ട് എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. തങ്ങളുടെ നാവിക ഉപരോധത്തെ ഉരുക്കിന്റെ മതിൽ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഇറാന് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തമാശ രൂപേണ കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ആയിരുന്നു എന്നും ഇറാനാണ് അല്ലെങ്കിൽ ഇറാനിയൻ ആയി തന്നെ തുടരുമെന്നും ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗാരിബാബാദി എക്സിൽ കുറിച്ചിരുന്നു. ട്രംപ് നടത്തുന്ന കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളും സാങ്കല്പിക വ്യാമോഹങ്ങളുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ഇറാൻ ഒരു ട്വീറ്റ് ചെയ്ത് വിമാനവാഹിനി കപ്പലുകൾ അയച്ചോ ഉത്തരവുകൾ പുറപ്പെടുവിപ്പിച്ചോ കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക മേഖലയിൽ കനത്ത തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാത്ത കാലത്തോളം ഇറാന്റെ തിരിച്ചടികളും ഉപരോധങ്ങളും തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ സായുധ സേനയുടെ അനുമതിയും മേൽനോട്ടവുമില്ലാത്ത ഒരു വാണിജ്യ കപ്പലിനോ എണ്ണ ടാങ്കറിനോ ഹോർമുസിലൂടെ കടന്നുപോകാൻ കഴിയില്ല എന്നും കടലിടുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതും ഇറാന്റെ കമാൻഡറിന് കീഴിൽ മാത്രമായിരിക്കുമെന്നുമാണ് ഇറാന്റെ കേന്ദ്ര സൈനിക കമാൻഡറായ ഖദം അൽ അൻബിയുടെ വക്താവ് ഇബ്രാഹിം സോൽഫഗാരി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തോടെയാണ് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മറുപടിയായി മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ വൻ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. നിലവിൽ ഇറാന്റെ കനത്ത നിരീക്ഷണത്തിലും അടച്ചുപൂട്ടലിലുമാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കുള്ളത്. ഇത് ആഗോള എണ്ണ വിതരണത്തിന്റെ 20% സ്തംഭനാവസ്ഥയിലാക്കി. മറുഭാഗത്താകട്ടെ നാവിക ഉപരോധവും പരസ്യ പ്രകോപനങ്ങളും ശക്തമാക്കി മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന തന്ത്രമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ജലപാത പൂർണ്ണമായും അടച്ചിടുന്ന നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോകുന്നതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുത്തനെ ഉയരുന്ന പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സംഭവിച്ച വൻ വീഴ്ചകളാണ് ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാജി കുറ്റപ്പെടുത്തി. ഇറാനെതിരായ യുദ്ധവും ഹോർമുസ് കടലിടുക്കിലെ അവകാശവാദങ്ങളും അമേരിക്കയുടെ വൻ പിഴവുകളാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഈ പരസ്യ പ്രസ്താവനകളെ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പിന്നീട് തണുപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും കപ്പൽ ഗതാഗതത്തെയും ഇത് ബാധിച്ചു കഴിഞ്ഞു. കടലിടുക്കിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു ജലപാത മാത്രമല്ല, മറിച്ച് ആഗോള ഊർജ്ജ സുരക്ഷയുടെ കേന്ദ്ര ബിന്ദു കൂടിയാണ്. അതിന്മേൽ അധീശത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ അധിനിവേശ ശ്രമങ്ങളും അതിനെ സ്വന്തം പരമാധികാരത്തിന്റെ പ്രശ്നമായി കണ്ട് ചെറുക്കുന്ന ഇറാന്റെ നിലപാടും മിഡിൽ ഈസ്റ്റിനെ ഭയാനകമായ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. ട്രംപിന്റെ വാചകമടികളും ഇറാന്റെ സൈനിക പ്രതിരോധത്തിനുമിടയിലെ ആഗോള സാമ്പത്തിക മേഖലയും ഇന്ധന വിപണിയും വരും ദിവസങ്ങളിൽ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യം ഉറപ്പാണ്.